ഇനി കഴിഞ്ഞ കാലങ്ങളിലെ എൻ്റെ പ്രവർത്തനം, എൻ്റെ പുസ്തകം ജനങ്ങൾ പരിശോധിച്ചിരിക്കുകയാണ്. ഇന്ന് അത് വിധിയെഴുത്തുണ്ടാവും. നല്ല അനുകൂലമായ വിധിയെഴുത്ത് തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്നലെ മുതൽ ധാരാളം ആളുകൾ, ഈ പാർട്ടി പ്രവർത്തകരല്ലാത്ത ധാരാളം ആളുകളും വിളിച്ച് ആത്മവിശ്വാസം കൈവിടരുത്, നല്ലപോലെ ഞങ്ങളെല്ലാം കൂടെ ഉണ്ട് എന്നെല്ലാം വലിയ ഉറപ്പ് നൽകുന്ന ഒരു വാക്കുകളാണ് വിളിച്ച് പറയുന്നത്. ഞങ്ങൾക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. എന്നാലും ഞങ്ങൾ നടത്തിയ പ്രവർത്തനം നേരത്തെ ഞങ്ങളോടെല്ലാം പങ്കുവെച്ചപ്പോൾ ഞങ്ങൾ നടത്തിയ പ്രവർത്തനം വളരെ കൃത്യമായി പറഞ്ഞാണ് ഞങ്ങൾ വോട്ട് പിടിച്ചിട്ടുള്ളത്. മറ്റത് എങ്ങനെയാണ് അപ്പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ നടത്തുന്നത് എന്നൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾ നടത്തിയ സത്യസന്ധമായ പ്രവർത്തനം നാടിന് മുമ്പിൽ വെച്ച് ആണ് അഭ്യർത്ഥിക്കുന്നത്. അത് ജനം നല്ലപോലെ വിലയിരുത്തി തരും എന്ന് തന്നെയാണ് ഞങ്ങൾ. ഈ 2006 നമ്മൾ തമ്മിൽ കാണുമ്പോൾ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തവണ ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയാനുള്ളൊരു ഒരു വലിയ ആത്മവിശ്വാസത്തിലേക്ക് പോകുന്നുണ്ട്. അന്ന് ദേശമംഗലത്തെ ഒരു പ്രവർത്തനം മാത്രമാണ് ജനങ്ങൾക്ക് അറിയുള്ളൂ. ദേശമംഗലത്തിന്റെ പുറത്തുള്ള മറ്റ് മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകൾക്ക് പുതുതായി വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേട്ടറിവുള്ളൂ. ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അന്ന് MLA ആയി എനിക്ക് അവസരം തന്നപ്പോൾ ഞാൻ പരമാവധി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ നാടിന് വേണ്ടിയിട്ട്. അത് ജനം നല്ലപോലെ പ്രിയപ്പെട്ട വോട്ടർമാർ ചിന്തിച്ച് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഭൂരിപക്ഷം പറയാറായിട്ടുണ്ടോ? നല്ല ഭൂരിപക്ഷം തന്നെയാണ് പറയാറുള്ളത്. ഇവരിത് നമ്മുടെ LDF കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ കണക്കുകളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു. ഇന്നത്തെ ഒരു ഓട്ടം എങ്ങനെയൊക്കെയാണ്? ഇപ്പൊ രാവിലെ വോട്ട് ചെയ്യാൻ പോകുന്നു. കാലത്ത് നേരത്തെ 7 മണിക്ക് വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഒന്ന് പോയി കാണണം എന്ന് ഉണ്ട്. അത് ഇത് കഴിഞ്ഞാൽ നേരിട്ട് പോകും. പരമാവധി എല്ലാ ബൂത്തുകളിലും എത്തി പരമാവധി വ്യക്തികളെ കാണാൻ പറ്റി. അറിയപ്പെടുന്ന വ്യക്തികളെല്ലാം കാണാൻ പറ്റി. ഇനിയും ധാരാളം ഉണ്ട്. എന്നാലും ചെല്ലുന്ന സമയം അവരുടെ തിരക്കുമായി ബന്ധപ്പെട്ട് അവിടെ ഇല്ലാത്തതുകൊണ്ട് പലരെയും കാണാൻ പറ്റില്ല. അപ്പോൾ അത്രയും കാണാൻ പറ്റാത്തവർ ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും ഉണ്ട്. എല്ലായിടത്തും ഒരു സ്ഥാനാർത്ഥിക്ക് എല്ലാ വോട്ടർമാരെയും കാണാൻ കഴിയില്ല, ഒരു സത്യമാണല്ലോ. അതുകൊണ്ട് പരമാവധി എന്നാൽ കഴിയുന്ന രീതിയിൽ ഓടിയെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ പല അവകാശവാദങ്ങളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് BJP പറയുന്നത് ഈ 10,000 വോട്ട് പുതുതായി ചേർക്കപ്പെട്ടതിൽ 6,500 വോട്ട് അവരുടേത് മാത്രമാണെന്നാണ്. അത്തരം വാദങ്ങളെ നമുക്ക് കാണാൻ പറ്റും. വോട്ടർമാരിപ്പോൾ അത് നല്ല വിദ്യാഭ്യാസമുള്ള വോട്ടർമാരാണല്ലോ. വോട്ട് ആര് ചേർത്താലും മണ്ഡലത്തിലെ നടന്ന വിഷയത്തെ കുറിച്ച് അവരൊരു വിലയിരുത്തൽ നടത്തലോ. അങ്ങനെയാണ് അത് വോട്ട് ചെയ്യുക. വോട്ട് BJP ചേർത്തോണ്ട് BJPക്ക് കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന കാലം, അല്ലെങ്കിൽ ആര് ചേർത്തവർക്ക് കിടക്കട്ടെ ഒരു വോട്ട് എന്ന് ചിന്തിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമായതുകൊണ്ട് അവിടെ ഇത്തരം രീതിയിലാണ് ചിന്തിക്കുക. ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഭരണ വിലയിരുത്തൽ കൂടിയായി എന്ന് പറയാനുള്ളൊരു ഇത് LDFനുണ്ടല്ലേ? നല്ലൊരു പ്രതീക്ഷയോടെ തന്നെയല്ലേ മുമ്പോട്ട് പോകുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത് ഇപ്പോൾ ഞങ്ങൾ നടത്തിയ സത്യസന്ധമായ പ്രവർത്തനമാണ് നാടിന് മുമ്പിൽ വയ്ക്കുന്നത്. മറ്റു വിഷയങ്ങളെല്ലാം ജനം തീരുമാനിക്കട്ടെ. ഓക്കെ, മണിക്കൂറുകളില്ല. ഇനി ഇതാ നോക്കൂ, പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. കൊണ്ടുപിടിച്ച പ്രചരണമാണ് ചേലക്കരയിൽ നടന്നിരിക്കുന്നത്. പ്രദീപിന്റെ കുടുംബാംഗം സംസാരിക്കുന്നു. ഓക്കെ, പ്രദീപും വൈഫും ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്താനായി ബൂത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. വളരെ ശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ ചേലക്കര മത്സരത്തിൽ നടക്കുന്നത്.